ഹായ് ഫ്രണ്ട്സ്, ചാരു സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജൂട്ട് ഷീറ്റ് കൊണ്ട് എങ്ങനെ കുപ്പി അലങ്കരിക്കാം നോക്കാം. അതിനായിട്ട് ജൂട്ട് ഷീറ്റ് അല്ലെങ്കിൽ ബർലാപ്പ് ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയലിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും. പിന്നെ പെയിൻറ്റിങ് ബ്രഷൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. സ്റ്റിഫാണ്, ഷൈനിങ്ങുമാണ്. ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരെണ്ണം കൂടെ കിട്ടും. അതായത് ചണച്ചാക്ക്, നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുന്ന ചണച്ചാക്ക് ഉണ്ടല്ലോ, ആ ഷീറ്റും കിട്ടും. അതിന് കുറച്ച് ഇതിനേക്കാളും കുറച്ച് ക്വാളിറ്റി കുറവാണ്. പിന്നെ അത് ഒരു തളർന്ന രൂപത്തിലുള്ള ഷീറ്റാണ്. അപ്പോൾ അത് എടുത്തിട്ടില്ല ഞാനിവിടെ. ഈ ഒരു കുറച്ച് അല്പം ക്വാളിറ്റിയും പിന്നെ ഇത് സ്റ്റിഫായിട്ടും ഷൈനിങ് ആയിട്ടും നിൽക്കുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് ക്രാഫ്റ്റ് ചെയ്യാനും പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ ഹാങ്ങിങ് മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ ഷീറ്റ് എടുക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോഡ് പോജ് വേണം. മോഡ് പോജ് അല്ലെങ്കിൽ അതില്ലെങ്കിലും നമുക്ക് ഫെവിക്കോളിൽ ഒരല്പം വെള്ളം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് 2 ബോട്ടിൽ, നല്ല 2 ഭംഗിയുള്ള 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് കളറുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ച കളറിലുള്ള ബോട്ടിൽ നല്ല തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഷീറ്റിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിയെടുക്കാം. ആദ്യം നമുക്കത് മാറ്റണം, എന്നാൽ നമുക്ക് ഒട്ടിക്കാൻ പാകത്തിനാകുകയുള്ളൂ. ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങോടെ ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല, ഭയങ്കര സ്റ്റിഫായി പോവും. ഇപ്പം നമ്മൾ അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സൈഡിലുള്ള നൂലുകളൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം, വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ആ നൂലുകളൊന്നും കളയണ്ട, നമുക്ക് ആവശ്യങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം നൂലുകളൊക്കെ. ഇനി നമുക്ക് കുപ്പിയിൽ അത് വെച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് ഒരു പെൻസിൽ കൊണ്ടൊന്ന് നോട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല, ഒരു നടുഭാഗത്ത് മാത്രം വരുന്ന തരത്തിലെടുക്കുകയാണ്. എന്നിട്ട് ഞാനത് പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കുപ്പിയിലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇത് ഇത്രത്തോളം ആവുള്ളൂ, മൊത്തത്തിൽ വേണ്ട. അപ്പം നമുക്ക് ഇത് നമ്മൾ 2 സൈഡിൽ നിന്നും നൂല് എടുത്ത് മാറ്റുകയാണ്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഒരു 2-3 കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഒരുപാട് ഇത് കണ്ടോ, ഈ ഒരു തരത്തിൽ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് മോഡ് പോജ് അപ്ലൈ ചെയ്യാം. മോഡ് പോജിന് പകരം ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഒരല്പം വെള്ളം യൂസ് ചെയ്തതിന് ശേഷം മാത്രം, മിക്സ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പം നല്ല ഭംഗിയോടെ ഇരിക്കാം. നൂല് മാറ്റുകയാണെങ്കിൽ മുകളിലും താഴെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത് കാണാൻ. ഇനി നല്ല ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ മോഡ് പോജ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കുപ്പിയുടെ മുകളിലോട്ടുള്ള ഭാഗം തൊള്ള ആ ഒരു ചെറിയ ഷീറ്റ് അളവെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും മോഡ് പോജ് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ 2 ജോയിൻറ്റും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ രണ്ടും ഒട്ടിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഡ്രൈ ആവണം. നന്നായി ഉണങ്ങി വന്നതിന് ശേഷം നമുക്കൊരു ലേസ്, ഉടുപ്പിൽ നിന്നൊക്കെ ഈ ഷോളിൽ നിന്നൊക്കെ പോകുന്ന ചെറിയ ലേസോ വലിയ ലേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റിബണോ വൈറ്റ് റിബണൊക്കെ ഉണ്ടെങ്കിൽ അലങ്കരിച്ച് വെക്കാം. അതിനായിട്ട് ഞാനൊരു അല്പം വലിയ ലേസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആ ബോട്ടിലിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിന് ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം, ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മോഡ് പോജ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദേ അതും ഉണങ്ങി വരുന്ന വരെ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഫ്ലവർ ആവാം. ഈ ജൂട്ട് ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു വെള്ള പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ബട്ടർഫ്ലൈ തോന്നിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ. ഒരുപാട് വലിയ രീതിയിൽ കട്ട് ചെയ്യണ്ട,
കണ്ടോ? അപ്പോൾ ജസ്റ്റ് ബട്ടർഫ്ലൈ തോന്നിക്കുന്ന രീതിയിലായിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു ബട്ടൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു ബട്ടർഫ്ലൈ ആയി. ഇനി നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് കുപ്പി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇത് നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അക്രിലിക് പെയിൻ്റാണ്, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഉണക്കി വെച്ച കുപ്പിയാണ്. അപ്പോൾ ഉണക്കാൻ വേണ്ടി ഫാൻ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. അതിന് നമുക്ക് അടുത്തത് കുപ്പിയിൽ നടുഭാഗത്തായിട്ട് ഷീറ്റ് അളവെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മോഡ് പോജ് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഷീറ്റിന് കുറച്ച് ഭാഗം മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും നൂല് കുറച്ച് കളഞ്ഞതിന് ശേഷം വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയോടെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് പൂവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ മാറ്റി കൊടുക്കുക. ഇപ്പോൾ ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ബ്ലൂ ഫ്ലവർ വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഷീറ്റ് ഒരു ഇതൾ പോലെ കട്ട് ചെയ്തിട്ട് നൂല് കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ പൂ വെച്ചിരിക്കുകയാണ്. ഒരു ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഷീറ്റിൽ നിന്ന് തന്നെ എടുത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എടുത്ത നൂലുകളാണ്. ആ നൂലുകൾ എടുത്തിട്ട് ബോ പോലെ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ കെട്ടൂല, അതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഗ്ലൂവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ കുപ്പി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ അത് വാർണിഷ് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് നല്ല 2 ഭംഗിയുള്ള കുപ്പി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്